കഴിഞ്ഞ ദിവസം ഇതുപോലെ ബൈക്കിൽ യാത്ര ചെയ്ത് കെട്ടഴിച്ചു പുറത്തേക്ക് ഈ റോഡിലേക്ക് ഇറങ്ങി ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഫ്രണ്ട് ടയർ പൊക്കിയിട്ട് ഒരു വലിയ അഭ്യാസം ആ കാളക്കൂറ്റൻ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും നമ്മൾ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വളരെ വീതിയുള്ള റോഡ്. എപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കേറിയ വീതിയാണിത്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറമ്പിൽ നിൽക്കുന്ന പോത്തുകളെല്ലാം കൂടെ ഓടിക്കയറി ഈ റോഡിലേക്ക് വരും. അത് ഒന്നും രണ്ടും പോത്തൊന്നുമല്ല, 10, 50, 100 പോത്ത് ഒന്നിച്ചാണ് ഇറങ്ങി ഈ റോഡിലേക്ക് വരുന്നത്. ഈ പോത്തുകളെടുത്ത് ഞാൻ ചെന്നു, ഇത് പെട്ടെന്ന് ഓടി വന്ന് നമ്മളെ കുത്തി മലർത്തി തെറിപ്പിച്ച് കളയുകയൊന്നുമില്ല, ഇത് നമ്മളെ ആക്രമിക്കൊന്നുമില്ല. പക്ഷേ ഈ പോത്തുകൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ വാഹനങ്ങൾ ഹെഡ്ലൈറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോത്തുകളെ പെട്ടെന്ന് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കില്ല. ഡ്രൈവർമാരുടെ കണ്ണിൽ ഈ പോത്തുകൾ പെട്ടെന്ന് പെടില്ല. എന്തായാലും ഞാൻ ആ പോത്തുകൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഈ റോഡിൽ നിന്നും വളരെ ചെറിയ ഈ ഒരു പ്രദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി പോത്തുകളാണ് ഈ പറമ്പിൽ നിൽക്കുന്നത്. ഈ ഇൻഫോ പാർക്കിന്റെ ഇരുവശത്തുമുള്ള ചതുപ്പ് പോലുള്ള ഈ പ്രദേശത്ത് നിറച്ചും പോത്തുകളാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ യഥേഷ്ടം ഇവയെ അങ്ങ് അഴിച്ചുവിടുകയാണ്. ഇത് നേരെ പോയി മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ, അവനോട് ഒരു ട്രെയിനിയായിട്ട് ജോലിക്ക് വന്നതാണ്. അവന്റെ ജീവൻ എടുത്തു. അവന്റെ മരണം ഈ നാടിനെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. പോത്തിന്റെ മുകളിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി തൽക്ഷണം ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ജീവൻ തിരിച്ചു കിട്ടി. ആ പോത്തും ആ സ്ഥലത്ത് തന്നെ ചത്തു വീണു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വാർത്ത എല്ലാവരും കണ്ടതാണ്. ഇതിങ്ങനെ നിരന്തരമായിട്ട് യാതൊരു കൺട്രോളും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ പോത്തിന്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞ് കുറച്ച് പേരോട് നിൽക്കുന്നത്, നമുക്ക് അവരോട് ചോദിക്കാം. വരും, ഇതാ പോത്തുകൾ പോകുന്നത്, നിങ്ങൾ നോക്കിയോളൂ. ഇതാ ഒരു പോത്ത് വരുന്നത്, മിടുക്കനായ പോത്ത്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നോക്കൂ, വളരെ പേടിപ്പെടുത്തുന്ന രൂപമാണ്. പക്ഷേ പാവമാണ്, നിരുപദ്രവകാര ജീവിയാണ്, ആരും ഉപദ്രവിക്കൊന്നുമില്ല. എന്തൊരു ലുക്കുള്ള പോത്താണ്. എന്താണ് പേരെന്താണ്? ഷെഫീഖ് ആണല്ലേ. ഷെഫീഖ് എങ്ങനെയാണ് ഷെഫീഖ് ഈ പോത്തിനെ പകൽ സമയത്ത് കെട്ടിയിട്ട് രാത്രി സമയത്ത് ഇങ്ങനെ റോഡിലേക്ക് ഇറക്കി വിടും? എന്താ നിങ്ങൾ പോത്തിനെ ഇത് കുത്തുവോ, ഉപദ്രവിക്കോ? ഇല്ല, ഞങ്ങളുടെ പോത്തിന്റെ കൂടെ ആളുണ്ടാവും. എന്താ വിളിക്കുന്നത്? ഇവനെന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നുണ്ടോ? ഇവനെ അപ്പു എന്നാണ്. ഓ, ഭയങ്കര പെറ്റായിട്ടുള്ള പേരാണ് അപ്പു. കുത്തല്ലേ എൻ്റെ അപ്പുക്കുട്ടാ. നീ പകൽ സമയത്ത് ഈ റോഡിലോട്ടൊക്കെ ഇറങ്ങി ആരെയും വണ്ടിയൊന്നും ഇടിച്ച് വീഴിക്കല്ലോ കേട്ടോ. എടുത്ത് കൊണ്ടുപോകും നമ്മളെ അങ്ങോട്ട്. ഇല്ല, ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ ഒരു പോത്തിനെ വളർന്ന രീതി എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടുള്ള റോഡായത്? നിങ്ങളുടെ ഇൻഫോ പാർക്കിലേക്കുള്ള റോഡാണ്. എത്രയോ രാത്രികളിലൊക്കെ ചെറുപ്പക്കാർ പിള്ളേർക്ക് ബൈക്കിൽ അടിച്ചു പൊളിച്ചു പോകുന്ന റൂട്ടാണ്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ യാതൊരു കൺട്രോളും ചെറുപ്പക്കാർക്കില്ല. അപ്പൊ അവരിങ്ങനെ പറന്നടിച്ച് പോകുമ്പോൾ നമ്മുടെ പോലീസുകാർ ഊതിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരവരുടെയൊക്കെ കണ്ണു പിടിച്ച് നല്ല രീതിയിൽ മദ്യമൊക്കെ കഴിച്ചിട്ടാണ് ഈ ബൈക്കൊക്കെ ഓടിക്കുന്നത്. നിങ്ങൾ ഈ വളർത്തുന്ന പോത്തുകൾ പറഞ്ഞാൽ എത്ര 30 എണ്ണം അല്ലേ? 30 പോത്തുകൾ. അത് കണ്ടു കഴിഞ്ഞാൽ നല്ല മിടുക്കന്മാരെ പോത്തുകളാണ്. സംഭവമൊക്കെ ശരിയാണ്. കെട്ടഴിച്ചു പുറത്തേക്ക് ഈ റോഡിലേക്ക് ഇറങ്ങി ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? നമ്മുടെ പോത്ത് ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് ഇന്നുവരെ പോയിട്ടില്ല. ഇതുവരെ അങ്ങനെ റോഡിലേക്ക് കടന്നതായിട്ട് അങ്ങനെ ഇതുവരെ നമുക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ടില്ല. ഈ പോത്തുകളുടെ ഒക്കെ ശരീരത്തെ ഇത് ഇരുണ്ട രൂപമാണ്. രാത്രി സമയത്ത് ഈ പോത്തുകൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെ വാഹനങ്ങൾ വരുന്നവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ പറന്നാണ് പോകുന്ന ബൈക്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ പോത്തുകളുടെ ഒക്കെ ശരീരഭാഗത്ത് എന്തെങ്കിലും വല്ല റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കില്ല? നമ്മ അതിനെ കുറിച്ച് ആലോചിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതുവരെ രാത്രി കാലങ്ങളിൽ ഭക്ഷണം അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിടാറില്ല. അപ്പൊ ഈ പ്രദേശത്തുള്ള പോത്തുകളല്ല റോഡിലേക്ക് അന്ന് വന്നിരുന്നത്. നിങ്ങളുടെ പോത്തുകളൊന്നും റോഡിൽ വരാറില്ല. എന്തുമാത്രം പോത്തുകളുണ്ട്? നമുക്കൊരു 10-30 പോത്തുണ്ട്. നോക്കൂ, ആ വാഹനങ്ങൾക്കിടയിലൂടെ ഈ കാള പോകുന്നത് നോക്കും. ആ കാളക്കൂറ്റൻ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ഈ പകൽ സമയത്തുള്ള കാഴ്ചയാണ്. അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും നാട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ കാളക്കൂറ്റന്മാരെ വളർത്തുന്നവർ നടു റോഡിലൂടെ ഇങ്ങനെ അഴിച്ചു വിട്ട് ഇങ്ങനെ വളർത്തുകയാണ്. ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തുള്ള നിരത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിങ്ങനെ ഒരു മണ്ണിട്ട വഴിയാണ്. ഈ റോഡിലൂടെ രാത്രി കഴിഞ്ഞാൽ നിരന്തരം ഇത്തരം ഈ കാളകളും പശുക്കളും പോത്തുകളും ഒക്കെ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുകയാണ്. അതിനിടയിലേക്കാണ് ഈ റോഡിനെ കുറിച്ച് അത്രയൊന്നും പരിചയമില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ബൈക്കിൽ വന്നിട്ട് ഇവിടെ വന്ന് അപകടപ്പെടുന്നത്. ഒരു ചെറിയ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ വിഷ്വലുകൾ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകളോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ മറ്റുള്ള ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് ഈ ട്രെയിനിയായിട്ടോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായ ആൺകുട്ടികൾ, അവരുടെയൊക്കെ പിന്നിൽ ഓരോ പെൺകുട്ടികളും ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഈ ലൈറ്റ് ഇല്ലാത്ത ഈ പ്രദേശത്തോടു കൂടി ഇങ്ങനെ വെടിയുണ്ട പോകുന്നത് പോലെയാണ് ബൈക്കിൽ പാഞ്ഞു പോകുന്നത്. ഇവർ മിക്കവാറും മദ്യപിച്ചിട്ടാണ്. ഇരുട്ടിൽ ഈ കാളകളെയും പശുക്കളെയും ഒന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ മദ്യപാനം കൂടി ഉണ്ടെന്നുണ്ടെങ്കിലോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശത്ത് പോലീസിൻ്റെ ആ ഒരു ചെക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല. രാവിലെ പുലർച്ചെ 2:30 മണിക്കും 3 മണിക്കും ഈ കഴിഞ്ഞ ദിവസം ഈ കണ്ണൂരിലുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് പുലർച്ചെ 3 മണിയുടെ അടുത്ത സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ബാർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ബ്രീത്ത് അനലൈസറുമായിട്ട് പോലീസുകാർ നിരത്തിലുണ്ടാവുക. പുലർച്ചെ 2:30 മണി 3 മണി സമയം എന്ന് പറഞ്ഞാൽ അത്രയധികം ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇവരിങ്ങനെ പാഞ്ഞു വന്ന് ഇടിച്ചു വന്ന് കയറുകയാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് ഇവിടെ നടപ്പിലാക്കേണ്ട ഒരു കാര്യം? എന്താണ് ഇവിടെ മെയിനായിട്ട് വേണ്ടത്? ഇപ്പോൾ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് അവിടെ അത്യാവശ്യമാണ്. 24 മണിക്കൂർ
മണിക്കൂറും പ്രവർത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള പിള്ളേരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും. അത് ഉറപ്പാണത്. ഫ്രണ്ട് വീല് പൊക്കി ഇങ്ങനെ ആക്സിഡന്റ് ആയി കഴുത്തടക്കം ഒടിഞ്ഞു പോയ ഒരു പയ്യൻ മരിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി ഇതിപ്പോൾ ഇവർ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷേ അവിടെ പബ്ലിക്കായിട്ട് ഇവിടെ നിന്ന് മദ്യപിക്കുകയും റോഡിൽ നിന്ന് സംസാരിക്കാനാണ് എങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് റോട്ടിൽ നിന്ന് മാറി താഴത്ത് കാട്ടിലൊക്കെ പോയി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് കൂടാണ്ട് ഇവിടെ വേറെ അപ്പുറത്ത് ഒരു മണ്ണടിച്ച സ്ഥലത്തുണ്ട്. അവിടെ ഇതുപോലെ തന്നെ കുറേ പാക്കറ്റ്സുകൾ, ലഹരി പദാർത്ഥത്തിൻ്റെ പാക്കറ്റ്സുകളൊക്കെ ഇന്നാണ് എടുത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെയുള്ള ഡ്രഗ്സ്, മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ആളുകളല്ല, പുറത്തുനിന്ന് വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ വന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ കാർഡ് തന്നെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ആ കാർഡൊക്കെ നീക്കം ചെയ്യുക ചെയ്തായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ചായക്കടക്കാരനടുത്ത് സംസാരിച്ചു എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ഇതുപോലെ ബൈക്കിൽ യാത്ര ചെയ്ത് 2 ചെറുപ്പക്കാർ വരികയാണ്, ഹെൽമെറ്റോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ. ഇവർ നേരെ വന്ന് ഫ്രണ്ട് ടയർ പൊക്കിയിട്ട് ഒരു വലിയ അഭ്യാസം ഇവരിങ്ങനെ നിരത്തിൽ കാണിക്കുകയാണ്. ആ അഭ്യാസത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ വലിയ കൊക്കയാണ് എന്നുള്ളത് ഈ ചെറുപ്പക്കാരൻ അറിയില്ല. മലപ്പുറത്തു നിന്നോ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നോ ഇങ്ങനെയൊക്കെയുള്ള ജില്ലകളിൽ നിന്നും ഇവിടെ എത്തുന്ന ചെറുപ്പക്കാരാണ്. ഈ റോഡിൻ്റെ അപകടങ്ങൾ എന്താണെന്നുള്ളത് ഇവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. രാത്രിയിൽ ഒരു പെൺകുട്ടിയെയും പുറകിലിരുത്തി മദ്യപിച്ചിട്ട് ഈ റോഡിൽ വന്ന് അഭ്യാസ പ്രകടനം നടത്തുന്ന ഒട്ടനവധി കുട്ടികൾ. ഇവർക്ക് പലർക്കും അറിയില്ല ഈ റോഡിൽ പതിയിരിക്കുന്ന അപകടം എത്ര വലുതാണ് എന്നുള്ളത്.